ഇസ്ലിയെ വേ ഭാരത് ലൗടെ, അതിനുശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്നി ജമീന്ദാരി കി ദേഖ് റേഖ് കെ ലിയെ ആപ് കൽക്കത്ത സെ ഗംഗ കെ കിനാരെ സിയാൽദഹ് നാമക് സുന്ദർ ഗാവ് ജാക്കർ രഹെ. അതിനുശേഷം അദ്ദേഹം കൽക്കത്തയിലെ ഗംഗാ നദിക്ക് സമീപത്തുള്ള സിയാൽദഹ് എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് പോയി. 1893 में आपका विवाह मृणालिनी देवी नामक सुंदर एवं सुशीला युवती के साथ हुआ. 1893 അദ്ദേഹം സുന്ദരിയായ മൃണാളിനി ദേവിയെ വിവാഹം ചെയ്തു. 1901 में उन्होंने ശാന്തി നികേതൻ കി സ്ഥാപൻ കി. 1901 അദ്ദേഹം ശാന്തി നികേതൻ സ്ഥാപിക്കുന്നത്. വിശ്വ ബന്ധുത്വ और പ്രാചീന സംസ്കൃതി को कायम रखने के लिए इस शिक्षा केंद्र की സ്ഥാപൻ की है. അതായത് പാരമ്പര്യവും സംസ്കാരവും മൂല്യങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചത്. 1902 में उनकी पत्नी का देहांत हो गया. 1902 അദ്ദേഹത്തിൻ്റെ പത്നി അന്തരിച്ചു. अविलंब गुरुदेव के बड़े पुत्र पुत्री और पिताजी का भी स्वर्गवास हो गया. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനും മകളും അദ്ദേഹത്തിൻ്റെ പിതാവും എല്ലാം മരിച്ചു. ഇസ് ആദത് സെ ധോഡ് മുക്തി പാനെ കെ ലിയെ വേ വിലായത് ഗയെ. ആ ഒരു വിയോഗത്തിൽ നിന്നും, ഇത്രയും പേരുടെ വിയോഗത്തിൽ നിന്നും അദ്ദേഹത്തിന് മുക്തി നേടുന്നതിന് ഒരുപാട് നാളുകൾ വേണ്ടി വന്നു. ഇംഗ്ലണ്ട് അമേരിക്ക ആദി ദേശവുമേയും ഭ്രമൺ കർണേ വേ ഭാരത് ലൗടെ. അതിനുശേഷം ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങിയ നിരവധി ദേശങ്ങൾ സഞ്ചരിച്ച് അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു. ഇൻ ദിനോം ഉൻഹോനെ അപ്നി അമർ രചന ഗീതാഞ്ജലി ക ആംഗ്രേസ് അനുവാദ് കിയ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത രചനയായ ഗീതാഞ്ജലി ഈ സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, തർജ്ജമ ചെയ്തു. ഇസ് കാവ്യ സംഗ്രഹസെ അപ്നി കൃതി വിശ്വ ഭർ മേം വ്യാപ്ത് ഹോ ഗയി. ഈ കൃതി, ഈ സമാഹാരം രവീന്ദ്രനാഥ് ടാഗോറിനെ വളരെയധികം പ്രശസ്തനാക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ കൃതി ലോകം മുഴുവനുള്ള ആൾക്കാർ കാണുകയും വായിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. 1913 में आपको നോബൽ പുരസ്കാർ മില. 1913 അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചു. ആംഗ്രേ സർക്കാരിനെ സർ കി ഉപാധി ദേക്കർ ആപ്ക സമ്മാൻ ദിയ. ഇംഗ്ലീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് സർ പദവി നൽകി ആദരിച്ചു. നോബൽ പുരസ്കാർ കാ ധൻ ലഗിക്കർ ഉൻഹോനെ വിശ്വഭാരതി കി സ്ഥാപൻ കി. നോബൽ പുരസ്കാരത്തിൽ നിന്ന് ലഭിച്ച തുക അദ്ദേഹം വിശ്വഭാരതി സ്ഥാപിക്കുന്നതിനായി ഉപയോഗിച്ചു. ആജ് ഭി ദേശ് വിദേശ് കി ഹസാരോം ഛാത്ര ഹാം അധ്യായൻ പൂരാ കർക്കെ വിശ്വമാനവ് ബൻകർ ലൗട്ടെ ഹൈം. ഇന്ന് ദേശവിദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുന്നു. ഗുരുദേവ സാഹിത്യ കി നഹി. ഗുരുദേവ് ഒരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല. ഉച്ചകോടി കെ രാജനീതിജ്ഞ, സമാജ് സുധാരക്, ചിത്രകാർ ഏവം ഗായക് ഭി ഥേ. അദ്ദേഹം ഒരു രാജതന്ത്രജ്ഞനും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനും ചിത്രകാരനും പാട്ടുകാരൻ, ഗായകൻ എന്ന നിലകളിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. 8 अगस्त 1941 को उनका स्वर्गवास हुआ. 1841 ആഗസ്റ്റ് 8 അദ്ദേഹം അന്തരിച്ചു.